ഹലോ ആൻഡ് വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അശ്വിൻ ആൻഡ് ചൈതന്യ. വെൽക്കം. ചൈതന്യനെ കാണുമ്പോഴത്തേക്ക് സങ്കടവും തോന്നുന്നു. ലൈക്ക് ഡെഡിക്കേഷൻ ആലോചിക്കുമ്പോഴത്തേക്ക് ഓക്കെ ഹാപ്പിനെസ്, ബട്ട് തലയിൽ ഇതൊക്കെ ആയിട്ട് വന്ന് ഇത്രയും നേരം വെയിറ്റ് ചെയ്തു ഇരുന്നൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം. ഇല്ല, എനിക്കിപ്പോൾ കുഴപ്പമില്ല. എനിക്ക് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ പടത്തിന്റെ ഒരു പ്രൊമോഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇവരെല്ലാം പോയി തകർത്തപ്പോൾ ഞാൻ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കായിരുന്നു. അപ്പൊ ഒന്നും ഓക്കെ ആയപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ പെട്ടെന്ന് വരാം. ശരിക്കും പറഞ്ഞാല് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇതൊക്കെ കൂടുമ്പോഴാണോ കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആവുന്നത്? അതെ, ഹോസ്പിറ്റലിൽ കൊള്ളില്ല, ഇഷ്ടപ്പെടില്ല. ഇല്ല. എങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് നിന്നൊക്കെ പെർമിഷൻ വാങ്ങിയത് ഇങ്ങനെ ഇറങ്ങി നടക്കാനായിട്ട്? ഡോക്ടർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. അതെ അതെ, ഇപ്പൊ കണ്ടോളും. എത്രാമത്തെ ദിവസം? തലയിലൊക്കെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് തേർഡ് ഡേ ഒക്കെ വന്നിരിക്കുക. 3 ദിവസം കഴിഞ്ഞു. കുഴപ്പമില്ല, ഇപ്പൊ എല്ലാം ഓക്കെ ആണ്. ഞാൻ ഇൻസ്റ്റയില് വീഡിയോ ഇങ്ങനെ കഴിഞ്ഞ ദിവസം കണ്ടത്, കഴിഞ്ഞ ദിവസം അല്ലേ പോസ്റ്റ് ചെയ്തത്, വീണ്ടും ഇതേപോലെ ആയി എന്നൊക്കെ പറഞ്ഞു. എന്താ പറ്റിയത് ശരിക്കും? എനിക്ക് പ്രീ ഓറിക്കുലർ സൈനസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തവണ കഴിഞ്ഞ 2024 ഫുൾ ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ട് ഈ ഇയർ സ്റ്റാർട്ട് ചെയ്ത സർജറിയിലായിരുന്നു. പക്ഷെ ഇപ്പൊ പിന്നെയും ഇൻഫെക്റ്റഡ് ആയി. അപ്പൊ പിന്നെ നമ്മുടെ സർജറി ചെയ്തു. കറക്റ്റ് നമ്മുടെ പടത്തിന്റെ സമയത്തായി പോയി എല്ലാം. ആദ്യത്തെ ഇത് സർജറിയും ഷൂട്ടിന്റെ ടൈമിലായിരുന്നോ? അല്ല, ഷൂട്ടിന്റെ ടൈമിലല്ലായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്. അപ്പൊ എന്തായാലും അതെ, ഓക്കെ വരട്ടെ, അടിപൊളിയാവട്ടെ ഹെൽത്ത് ഒക്കെ. അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വിശേഷമാണല്ലോ ഒരു റൊണാൾഡോ ചിത്രം. നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ നല്ല രസമുണ്ടായിരുന്നു ട്രെയിലറിൽ കാണാനായിട്ട്, ഒരു ടോം ആൻഡ് ജെറി പോലെയൊക്കെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ ഷൂട്ടിംഗ് ടൈമിൽ? എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് ടൈമില്? എനിക്ക് തോന്നുന്നു ചൈതന്യ പോലെ ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിക്കുന്നത് നമ്മൾ ഭയങ്കര കംഫർട്ടാ. നമുക്ക് ഒരു എനിക്ക് തിരിച്ചായിരുന്നു. എനിക്ക് ഫസ്റ്റ് ദിവസമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അശ്വിൻ ചേട്ടൻ എന്നെ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെയൊന്നും ഇല്ല, ഇതാണ് നീ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ നമ്മൾ ഇതൊക്കെയാണ് ഓർക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ പഠിപ്പിച്ച് എല്ലാം ഇങ്ങനെ കംഫർട്ടാക്കി. എനിക്ക് തിരിച്ചാണ് പറയാനുള്ളത്. ഭയങ്കര നല്ലതായിരുന്നു. അല്ല അങ്ങനെയല്ല, നമുക്കൊരു എന്താ പറയാ, നമ്മൾ ഈ രണ്ടുപേരും ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. നമ്മൾ സിനിമ എന്ന് പറഞ്ഞ് നിൽക്കുമല്ലേ. അപ്പൊ നമ്മൾ രണ്ടുപേർക്കും ഇത് ബെസ്റ്റ് സീൻ ആക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമല്ലേ. അത് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോഴാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും. നമ്മൾ പെർഫോം ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഇപ്പം എന്തോ ആണ് ഇപ്പൊ ചിന്ത പോകുന്നത്, ഒരു കണക്ഷൻ കിട്ടും, പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഒരു സംഭവം ശരിക്കും ഒരു കണക്ഷൻ വേണമല്ലോ എന്തായാലും. അതില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും 100% കൊടുക്കാൻ പറ്റൂലല്ലോ. അല്ല, ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ മനുഷ്യരല്ലേ, നമ്മൾ ഇതൊക്കെ മനുഷ്യരാകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ചൊരു സ്ക്രീനിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അപ്പുറത്തെ ആൾക്ക് എന്തോ ആണ് ഒരു അൺകംഫർട്ടബിൾ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ ഓക്കെ ഞാൻ വന്ന് എൻ്റെ ഡയലോഗ് മാത്രം പറയുന്നു, അപ്പുറത്തെ ആള് ഡയലോഗ് മാത്രം പോകുന്നു ചിന്തിക്കാം. പക്ഷെ അങ്ങനല്ല. നമ്മൾ ഈ സിനിമ എന്ന് പറയുന്ന ഈ ജോബിന്റെ ഒരു ഗുണം അത് തന്നെയല്ലേ. നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു, നമുക്കൊരു ഇമോഷൻ ഉണ്ടാവും. അതിൽ നിന്ന് മാറി നമ്മുടെ ഈ സിനിമയ്ക്കകത്തൊരു ഇമോഷൻ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ ചെയ്യാന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ബ്ലെസ്ഡ് ആണ് നമുക്ക് അങ്ങനത്തെ ഒരു ജോബ് കിട്ടുക എന്നുള്ളത്. അപ്പൊ എന്തായാലും രണ്ടാളും രണ്ട് ഡിഫറെന്റ് മേഖലയിൽ നിന്ന് വന്ന് അവസാന സിനിമ അല്ലേ. അപ്പൊ ഒരുപാട് ഇനിയും നല്ല നല്ല സിനിമകൾ വരട്ടെ. അതിനു മുമ്പായിട്ട് നമ്മുടെ റൊണാൾഡോയില് നിങ്ങളല്ലാണ്ട് ഒരുപാട് മറ്റു താരങ്ങളുണ്ടല്ലോ. അപ്പൊ ആരൊക്കെയാണ് വേറെ ഇമ്പോർട്ടന്റ് റോൾസ് ചെയ്തിട്ടുള്ളത്? മറ്റാരൊക്കെയാണ് റൊണാൾഡോയിൽ മറ്റ് ഇമ്പോർട്ടന്റ് റോൾസ്? ഇപ്പം മിഥുൻ എന്ന് പറഞ്ഞ ആക്ടറുണ്ട്, പുള്ളി ഇതിലൊരു മെയിൻ ക്യാരക്ടറാണ്. പിന്നെ അർജുൻ എന്ന് പറഞ്ഞ ഒരാള്, പിന്നെ ഹന്ന ഇതിനകത്ത് ചെയ്തേക്കുന്ന ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു അത് തിയേറ്ററിൽ ഭയങ്കര, എനിക്ക് സിനിമ കാണുന്നവർക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും. പിന്നെ വർഷ, പിന്നെ സുബർണ, അതുപോലെ കുറെ പുതിയ ആക്ടേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അൽതാഫ് ക, ഇന്ദ്രൻ ചേട്ടൻ, ലാൽ സാറ്, അങ്ങനെ ത്രൂ ഔട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഉറപ്പായിട്ടും നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഒരുപാട് ആക്ടേഴ്സിന്റെ ഡിഫറെന്റ് പെർഫോമൻസ് നമുക്ക് കാണുമ്പോൾ തന്നെ, നേരത്തെ പറഞ്ഞില്ലേ ഈ ലാഗ് ഉണ്ടാവില്ലെന്ന് പറയും. ആക്ച്വലി കുറെ പേരുടെ ഡിഫറെന്റ് പെർഫോമൻസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു വേറൊരു ഫീൽ ആയിരിക്കും ഇത് കാണുമ്പോൾ തോന്നുന്നത്. എനിക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതില്
ഈ ഇത് സിനിമയുടെ പുറകെ നടക്കുന്ന ഒരു പടമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതില് ചൈതന്യ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് തന്നെ നേരത്തെ ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞ നമുക്ക് സിനിമയൊന്നും ഇല്ലെങ്കിലും എന്ത് ചെയ്യുമെന്ന് പറയത്തില്ലേ, അപ്പം നമുക്കൊരു പാർട്ണർ ഉണ്ടാവുമെങ്കിൽ എന്ന് പറയത്തില്ലേ, അതുപോലത്തെ ഒരു പാർട്ണറിന്റെ ക്യാരക്ടറാണ് ഇത്. എന്റെ അടുത്ത് അശ്വിൻ ചേട്ടനല്ലേ പറഞ്ഞത് പടം കണ്ടപ്പോ ചേച്ചി എന്റെ വൈഫ് പിന്നെ വൈഫും ഇതിന്റെ ഒരു ഫസ്റ്റ് കട്ടില് വൈഫും കൂടി കാണാൻ അവൾക്ക് അവസരം കിട്ടിയായിരുന്നു. അപ്പൊ അവളും ഇത് കണ്ടപ്പോ അവൾക്ക് ഈ സീക്വൻസ് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഇമോഷണലായി പോയി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പാഷന്റെ പുറകെ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ഉള്ള ആളും അവരുടെയും കൂടി ഡ്രീം ആണെന്നുള്ള രീതിയിൽ നമ്മൾ പുള്ളി എത്തില്ല ഏത് സാഹചര്യമാണ്. അത് ഇതില് ഈ ചൈതന്യ ചെയ്ത ഈ ക്യാരക്ടർ അതാണ്. അതുകൊണ്ട് തന്നെ ഇത് പടം കാണുമ്പോൾ സിനിമ റിലേറ്റഡ് എന്നല്ല, പാഷന്റെ പുറകെ പോകുന്ന എല്ലാവർക്കും അതുപോലെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും റിലേറ്റ് ആവും. ഇപ്പൊ ചൈതന്യ നോക്കുകയാണെങ്കിലും അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കോ ആക്ടർ ആവുമ്പോഴേക്ക് ചൈതന്യക്കും ആ ഒരു 100% കൊടുക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കുമല്ലോ. അതെ, ഈസിയാണ്. പിന്നെ മാത്രമല്ല റിനോയ് ചേട്ടനെ പറ്റി എടുത്ത് പറയണം, എനിക്ക് പൊതുവെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ ദിവസം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ഫസ്റ്റ് ഒരു ടേക്ക് എടുക്കുന്ന വരെ ഉള്ളൊരു ടെൻഷൻ എനിക്കത് എപ്പോഴും ഉള്ളതാണ്. അപ്പം റിനോയ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, റിനോയ് ചേട്ടാ എന്താ ചെയ്യുക, റിനോയ് ചേട്ടാ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. റിനോയ് ചേട്ടാ നീ ഇങ്ങനെ പറയല്ലേ, നമ്മളെ കൊണ്ട് പറ്റും. അയ്യോ ഒരു പാവം, ഭയങ്കര നമ്മളെ കൂടെ നിന്നിങ്ങനെ പറഞ്ഞ് അതങ്ങനെയല്ല ചെയ്യേണ്ടത്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ട് അതങ്ങനെയല്ല നീ ഇങ്ങനെ ചെയ്ത് നോക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ആളാണ്. ഡയറക്ടറിന് ഒരു വ്യക്തമായ ഒരു ഇതുണ്ട്, പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെ വേണം പെർഫോം ചെയ്യാൻ. ഞാനാണെങ്കിലും ഇപ്പം ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് ഡയറക്ടേഴ്സ് ആഗ്രഹിക്കുന്ന, ഞാൻ കൂടുതൽ ഹ്യൂമർ ക്യാരക്ടേഴ്സാണ് എനിക്ക് ചെയ്തതിൽ കൂടുതലും ഹ്യൂമർ ക്യാരക്ടേഴ്സാണ്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ചില ബോഡി ലാംഗ്വേജ് നമ്മൾ ഹ്യൂമർ ചെയ്യാൻ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡി ലാംഗ്വേജ് അതിനനുസരിച്ച് മാറും. അപ്പം പുള്ളി എന്നോട് പറയും, എടാ എനിക്ക് ഇതിനകത്ത് നിന്റെ വേറൊരു ടൈപ്പ് വേണം അങ്ങനെയൊക്കെ. ഭയങ്കര ടോട്ടൽ ഡിഫറെന്റ് എന്നുള്ളതല്ല, നമ്മുടെ മാനറിസത്തിൽ നിന്നുകൊണ്ട് തന്നെ ഉള്ള ഒരു ഡിഫറെന്റ് ആയിട്ട് വേറെ എന്തൊക്കെയാ ചെയ്യാൻ പറ്റും. അശ്വിൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, എന്നാൽ സ്റ്റിൽ ആ ആളെ എത്രത്തോളം വീണ്ടും മാറ്റാൻ പറ്റും എന്നുള്ളത്. ഇപ്പൊ ചൈതന്യ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, ഇപ്പൊ പറഞ്ഞല്ലോ ടെൻഷന്റെ കാര്യം. അപ്പൊ ഞാനായാലും സ്റ്റിൽ ഓർക്കും, ഇപ്പോഴായാലും ഒരു ഇന്റർവ്യൂ എത്ര ഇന്റർവ്യൂ എടുത്താലും ഒരു ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് അത് ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ ഈ സംഭവം? ഈ ഒരു ഇപ്പോഴും ചേട്ടനായാലും ഉണ്ടോ ഈ അഭിനയിക്കുന്നതിന് മുന്നേ എനിക്ക് ഒരു സെറ്റിലെത്തി എനിക്കെന്താ പറയാ, ആളുകൾ ഒരുപാട് കൂടുന്നതൊക്കെ എനിക്ക് പൊതുവെ ഇച്ചിരി പേടിയുള്ള കൂടെ. പക്ഷെ എന്റെ കൂടെ എന്റെ വർക്ക് ചെയ്ത ആർക്കും അത് മനസ്സിലാകത്തില്ല. ഞാൻ മനസ്സിലാവാത്ത രീതിയിൽ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് എല്ലാവരും കോൺഫിഡൻസ് ഞാൻ അവിടെ വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ തന്നെ അതെന്റെ ഒരു മറയാണ്. ഞാൻ ആ കോൺഫിഡൻസ് വെച്ചിട്ട് എനിക്ക് ഉള്ളിൽ പേടിയുള്ള ആ സ്റ്റാർട്ടിങ് ഈ പറയുന്ന പോലെ നമ്മളൊരു ഡയലോഗോ ഇതെല്ലാം ഒന്ന് പറഞ്ഞ് നമ്മൾ വൺസ് എനിക്കൊന്ന് 2-3 ദിവസമൊക്കെ ഒരു സിനിമയിൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഓക്കെ നമ്മൾ ഇതായിരിക്കും. അപ്പൊ ശരിക്കും ഉള്ളിൽ ഇങ്ങനെ പേടിച്ചിട്ടാ എല്ലാവരുടെ അടുത്ത് ഇത് എന്താ പറയുക, നമ്മൾ ആ നേരം മൊത്തത്തിൽ ഒരു ആക്ടിങ് ആണ്. നമ്മള് നമ്മുടെ വാനിറ്റി നമ്മൾ ഇറങ്ങി വരുന്ന മൊമെന്റ് മുതൽ നമ്മൾ ആ കോൺഫിഡന്റ് ആണെന്ന് നമ്മളെ കാണുമ്പോൾ നമ്മുടെ ഡയറക്ടറിന് തോന്നണം, അയാൾ ഭയങ്കര കോൺഫിഡന്റ് ആണ്, വെൽ പ്രിപ്പയർഡ് ആണെന്ന് പുള്ളിക്ക് തോന്നണം, ചുറ്റുമുള്ളവർക്ക് തോന്നണം, നമ്മുടെ കൂടെ അഭിനയിക്കുന്നവർക്ക് തോന്നണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എല്ലാരും ഒരു എനർജി വരും. അല്ല നമ്മൾ ആ ഇറങ്ങി വരുമ്പോ തന്നെ ഇത് പേടിച്ചാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് ഇറങ്ങി വരുന്നെങ്കിൽ ഡയറക്ടറിനും ചിലപ്പോ തോന്നും, അയ്യോ ഇതെങ്ങനെയാണ്. അപ്പൊ ഡയറക്ടറിന് ചിലപ്പോ കറക്റ്റ് ജഡ്ജ്മെന്റിൽ നമ്മളോട് പറയാനും പറ്റത്തില്ല. അപ്പൊ ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം വേണം.